ബഷീർ താഴത്തെ ഞാനൊരു ഉപഹാരമാണ്. അത് കൊടുക്കാൻ ഒരിക്കലും അർഹനാണോ ഞാനെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് എനിക്ക് പറയാം. കാരണം എത്രയോ മുകളിലാണ് ബഷീർ താഴത്തെ. ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ മാഗസിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ, വർക്ക് വരുമ്പോൾ ഞാൻ ബഷീർ അത് ഓർക്കുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ വരും. എന്നിട്ട് സാഹിത്യപരമായ കുറേ വാക്കുകൾ അത് ബഷീർ ഞങ്ങൾക്ക് എഴുതരും. എൻ്റെ പേരിൽ ഞാനത് മാഗസിനിൽ എഴുതില്ല. നമുക്കതറിയില്ല. വളരെ ചെറുപ്പകാലം മുതലേ ബഷീർ താഴത്തെ എഴുത്തിന്റെ സാഹിത്യത്തിന്റെ മേഖലയിൽ നമ്മളൊരു കാര്യം പറഞ്ഞു. ഇപ്പൊ ഞാൻ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ന്യൂ ഇയർ ആണ്, ഒരു സന്ദേശം വേണം. അപ്പൊ ഇങ്ങനെ ആലോചിക്കുക, അത്ര കൂടുതൽ ആലോചിക്കുന്നുണ്ട്. ഒരു പേന കിട്ടിയാൽ ആ കടലാസിൽ എഴുതുന്ന വരികൾ ഭയങ്കര സാഹിത്യ സമ്പുഷ്ടമാണ്. ഒരിക്കലും എനിക്ക് എഴുതി തന്ന വരികൾ ഞാൻ ഓർക്കുകയാണ്. കടലിന്റെ കാർത്താർത്തരയുന്ന തിരമാലകളുമൊക്കെ പറഞ്ഞ് ഒരു ന്യൂ ഇയറിനെ വരവേൽക്കാൻ വേണ്ടി എനിക്ക് എഴുതി തന്ന വാക്കുകൾ. കോളേജുകളിൽ ഞാൻ പഠിക്കുമ്പോൾ, അവിടങ്ങളിൽ മത്സരിക്കുമ്പോൾ നമ്മൾ എന്നെ പറ്റിയിട്ട് തന്നെ നമ്മളിങ്ങനെ നോട്ടീസൊക്കെ ഇറക്കുമ്പോൾ അതൊക്കെ ബഷീർ താഴത്തേൽ വന്നിട്ട് നമുക്ക് എഴുതി തരും. മാഗസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അങ്ങനെ എത്രയോ കാര്യങ്ങൾ ജീവിതത്തിലുടനീളം, അങ്ങനെ എത്ര രാഷ്ട്രീയ രംഗത്ത്, പൊതുരംഗത്ത് സജീവമായി. ഞങ്ങളൊക്കെ ഈ പൊതുരംഗത്ത് സജീവമാകുമ്പോൾ അടിയുറച്ച് ആ ഒരു മതേതര ജനാധിപത്യ ബോധം ഉപ്പയിൽ നിന്ന് പകർന്നു കിട്ടിയ, കുടുംബത്തിൽ നിന്ന് പകർന്നു കിട്ടിയ ആ ഒരു ബോധം ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ബഷീർ താഴത്തെ, അതോടൊപ്പം സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ നിറഞ്ഞു നിന്ന ഒരു സാന്നിധ്യമായിരുന്നു. നമ്മുടെ ഈ കൂട്ടായി ഈ പ്രദേശങ്ങളിൽ അങ്ങനെ ഒരാളില്ല. എഴുത്ത് രംഗത്ത്, വായന രംഗത്ത് അങ്ങനെ ഒരാളില്ല. അങ്ങനെ പ്രസിദ്ധീകരണ രംഗത്തേക്ക് പുസ്തകം എഴുതുന്ന, കവിത എഴുതുന്ന, കഥ എഴുതുന്ന, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമ്പോൾ ബഷീർ താഴത്തേൽ എഴുതിയ പുസ്തകമൊക്കെ എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയും എത്രയോ രചനകൾ വരാനുണ്ട്. അങ്ങനെ ഒരു അത്ഭുത, ഒരു അതുല്യമായ ഈ നാടിന്റെ ഒരു പ്രതിഭയാണ് ബഷീർ താഴത്തെ. ഇനിയും ഒരുപാട് രചനകൾ ബഷീർ താഴത്തേലിന്റെ തൂലികയിൽ നിന്ന് നമുക്ക് കാണാനും കേൾക്കാനും വായിക്കാനുമുണ്ട്. അതിനൊക്കെ സർവശക്തൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.